ഹായ് ഓൾ, ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറി പ്രിപ്പറേഷനാണ് കേട്ടോ. അവിയലും പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും. പച്ചക്കറി നല്ലോണം കഴുകി നമുക്കെല്ലാം ഒന്ന് നുറുക്കിയെടുക്കാം. കോവയ്ക്ക നമ്മുടെ വീട്ടിലാണ് കേട്ടോ, അതുകൊണ്ട് ഓർഗാനിക്കാണ്. എല്ലാം നുറുക്കിയെടുത്തു. പിന്നെ അവിയലിന് വേണ്ട അരപ്പാണ് തേങ്ങയും മഞ്ഞളും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കുറച്ച് കാന്താരിയും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് പച്ചക്കറി ഇട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരപ്പ് ലേശം കറിവേപ്പിലയും വിതറി നമുക്കൊന്ന് അടച്ച് വെച്ച് 3 വിസിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഇങ്ങനെ കുക്കറിൽ വെക്കുന്നത്, എളുപ്പമാണ് കേട്ടോ. അത് അടുപ്പിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ കോവയ്ക്കൊക്കെ വേണ്ടിയിട്ട് കടുക് വറുക്കാം. കടുക് വറുത്ത് ലേശം കറിവേപ്പിലയും സവാളയും നീളത്തിനായിട്ടോ ഞാൻ അരിയുന്ന സവാള ഇട്ടിട്ട് ഒന്ന് ചൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് കോവയ്ക്കിട്ട് വെക്കാം. വളരെ എളുപ്പമുള്ളൊരു കറിവേപ്പില, വളരെ എളുപ്പം. ഇതുപോലെ നല്ല ടേസ്റ്റാണ്. നാടൻ സാധനങ്ങളിൽ നമുക്ക് പേടിക്കാണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കും. പുറത്തുനിന്നുള്ള പച്ചക്കറികളിലൊക്കെ എന്തെല്ലാമൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. ഇതിപ്പോൾ വീട്ടിൽ നിന്നുള്ളതാണ്, നല്ല ടേസ്റ്റുമാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പച്ചക്കറിയൊക്കെ നമ്മൾ ലഞ്ചിന് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുക്കർ എടുത്തിരുന്ന് ശബ്ദിക്കാറായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് അടച്ച് വെക്കുമ്പോഴേക്കും കുക്കർ ആശാൻ 3 വിസിൽ അടിച്ചിട്ടുണ്ടാവും. അത്രയും പറഞ്ഞിട്ടുണ്ട്. റെഡിയായി കേട്ടോ. അവിയൽ റെഡിയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത്, വേവൊക്കെ പാകമാണ്, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവി ഒന്ന് കുക്കറൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇച്ചിരി കുറുകിയിരിക്കണ്ടേ അവിയൽ. നല്ലോണം കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റാം കേട്ടോ. അടുത്തതാ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയിൽ മസാല ഇട്ട് കൊടുക്കുകയാണ്. മസാല എന്ന് പറയുമ്പോൾ കൂടുതലൊന്നുമില്ല, കുറച്ച് മുളക് പൊടിയും ലേശം ഗരം മസാലയും. അത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, അവരെല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. കരിഞ്ഞ് പോകാതെ നല്ലോണം ഫ്രൈ ആയി വരുന്നൊരു പാകത്തിന് എടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ്. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനിടയ്ക്ക് ഞാൻ കിട്ടിയ സമയത്ത് കുറച്ച് മാവ് കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ലഞ്ചിന് 2 ചപ്പാത്തി കൂടെ ഞാൻ കഴിക്കും, അതിന് വേണ്ടിയിട്ട്. ഒന്ന് വെന്ത് നല്ലോണം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കോവയ്ക്ക. നമുക്ക് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 2-3 തവണ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെന്നുള്ള നല്ല മഴയാട്ടോ. ആളും തെറ്റിട്ടുണ്ടാകും. ലഞ്ച് കഴിക്കണ്ടേ? ചോറ്, ചപ്പാത്തി, അവിയൽ, റോസ്റ്റ്, നമ്മുടെ കോവയ്ക്ക റോസ്റ്റ്, മീൻകറിയൊക്കെ അമ്മയായിട്ടോ വെച്ചത്. പിന്നീട് വീഡിയോ എടുക്കാൻ പറ്റിയത് രാത്രിയാട്ടോ. ടെറസിൻ്റെ മണ്ടയിൽ ഒരാവശ്യത്തിന് കയറിയപ്പോൾ എടുത്തതാണ്. എന്ത് ഭംഗിയല്ലേ. നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ ഓൾ.